വെൽക്കം വൺസ് അഗെയിൻ ടു മൈ ചാനൽ ഇൻക്രെഡിബിൾ ഇംഗ്ലീഷ്. അപ്പം ഇന്ന് നമ്മൾ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ ബൈനോമിയൽ എക്സ്പ്രഷൻസും വരുന്നുണ്ട്. ബൈനോമിയൽസ് എന്ന് കേട്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോളുക. ബൈനോമിയൽസ് എന്ന് പറയുന്നതും ഒരു ടൈപ്പ് ഓഫ് ഇഡിയം തന്നെയാണ്. നമ്മുടെ കാഷ്വൽ ടോക്കിൽ, നമ്മൾ കാഷ്വൽ ആയിട്ടുള്ള ഇൻഫോർമൽ ആയിട്ടുള്ള കോൺവെർസേഷൻ, അതായത് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് സംസാരിക്കുന്ന സമയങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഫ്രേസസ് ആണ്. ഇതൊക്കെ കേൾക്കുമ്പം, ഇതൊക്കെ നാച്ചുറൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമ്മളെ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് നന്നായി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയാം എന്ന് കേൾക്കുന്നവർക്ക് തോന്നും. അപ്പം ഇത്തരം ഈ ബൈനോമിയൽസ് എന്ന് പറയാൻ കാര്യം, ഇത് രണ്ട് വേർഡ്സ് ഒരുമിച്ചാണ് വരുന്നത്. ഇവരെ നമ്മൾ ആൻഡ് അല്ലെങ്കിൽ ഓർ യൂസ് ചെയ്ത് കമ്പൈൻ ചെയ്ത് വരും. അപ്പം ഈ രണ്ട് വേർഡ്സും അങ്ങനെ തന്നെ ഒരുമിച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. അത് ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അതിന് വേറൊരു മീനിങ് ആയിരിക്കും. ഒരുമിച്ച് വരുമ്പോഴാണ് ഈ ഒരു പെർട്ടിക്കുലർ മീനിങ്ങിലേക്ക് വരുന്നത്. ഓൾസോ ഇതിന്റെ ഓർഡർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ആൻഡിന് മുൻപ് ഏത് വേർഡാണോ ഉള്ളത് ആ വേർഡ് തന്നെ വേണം നമ്മൾ എഴുതുമ്പോൾ, അങ്ങനെ തന്നെ വേണം എഴുതാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പാടില്ല. അതാണ് ബൈനോമിയൽസ്. അപ്പൊ ഇന്ന് കൂടുതലും വരുന്നത് ബൈനോമിയൽസ് ആണ്. അല്ലാത്ത ചില നൗൺ വരുന്നുമുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ഇംഗ്ലീഷ് മീനിങ്, മലയാളം മീനിങ്, അതിന് ഒരു എക്സാമ്പിൾ ആയിട്ട് സെന്റൻസും നോക്കാം. അപ്പൊ ഡിലേ ഇല്ലാതെ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം വരുന്ന വേർഡ് ബ്രെഡ് ആൻഡ് ബട്ടർ. ബ്രെഡ് ആൻഡ് ബട്ടർ നമുക്കറിയാം. അപ്പൊ ഇതൊരു ബൈനോമിയൽ എക്സ്പ്രഷൻ ആണ്, കമ്പൈൻഡ് യൂസിങ് ആൻഡ്. അപ്പൊ ഇവിടെ ബ്രെഡ് എന്ന് പറയുന്നതിന് ഒരു മീനിങ് ഉണ്ട്, ബട്ടറിന്റെ മീനിങ്ങും ഉണ്ട്, നമുക്കതറിയാം. ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ പ്രധാനമായിട്ടുള്ള ഇൻകം ഏതാണോ അതിനെ നമ്മൾ, ആ ഒരു കുടുംബം നിലനിർത്താൻ അയാൾക്ക് അദ്ദേഹത്തിന്റെ മാർഗം, അതിനെയാണ് നമ്മൾ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് പറയുന്നത്. ഉപജീവന മാർഗം, അതാണ് അതിന്റെ മലയാളം മീനിങ്. എ പേഴ്സൺസ് മെയിൻ സോഴ്സ് ഓഫ് ഇൻകം ഓർ ഹിസ് ലൈവ്ലിഹുഡ് എന്നൊക്കെ നമ്മൾ പറയും. മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. നോക്കൂ, നമ്മളൊരു സെന്റൻസ് എന്നാണ്. ദോ ഹി ഈസ് ഡൂയിങ് മെനി മീനിയൽ ജോബ്സ്, ദിസ് ബിസിനസ് ഈസ് ഹിസ് ബ്രെഡ് ആൻഡ് ബട്ടർ. അവൻ ഒത്തിരി ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ബിസിനസ് ആണ് അവന്റെ ഉപജീവന മാർഗം. ഇതിൽ നിന്നാണ് പ്രധാനമായിട്ടുള്ള ഇൻകം വരുന്നത്. അതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ബട്ടർ ആൻഡ് ബ്രെഡ് എന്ന് നമുക്ക് എഴുതാൻ പറ്റില്ല, ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് തന്നെ നമ്മൾ എഴുതണം. അതാണ് ഓർഡർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. അടുത്തത് നൂക്ക് ആൻഡ് കോർണർ. ഏതൊരു കാര്യത്തിന്റെയും എല്ലാ വശങ്ങളും, എല്ലാ ഭാഗവും, അതാണ് നോക്ക് ആൻഡ് കോർണർ. എവ്രി പാർട്ട് ഓർ ആസ്പെക്ട് ഓഫ് എ പ്ലേസ് ഓർ സിറ്റുവേഷൻ. മലയാളത്തിൽ പറഞ്ഞാൽ മുക്കും മൂലയും എന്ന് നമ്മൾ പറയും. എവ്രി നോക്ക് ആൻഡ് കോർണർ ഓഫ് ദ ഹൗസ് ഈസ് thoroughly cleaned. വീടിന്റെ മുക്കും മൂലയും വരെ, അരികും മൂലയും വരെ വൃത്തിയായി, നന്നായി ക്ലീൻ ചെയ്തിട്ടുണ്ട്. thoroughly എന്ന് പറഞ്ഞാൽ നന്നായി, thoroughly cleaned, നന്നായി ക്ലീൻ ചെയ്തു. പാർട്ട് ആൻഡ് പാഴ്സൽ. പാർട്ടിനൊരു മീനിങ് ഉണ്ടെന്ന് നമുക്കറിയാം, പാഴ്സലിനൊരു മീനിങ് ഉണ്ട്. പാർട്ട് ആൻഡ് പാഴ്സൽ എന്ന് പറഞ്ഞാൽ അൺഎസെൻഷ്യൽ കമ്പോണന്റ്, അതായത് അവിഭാജ്യ ഘടകം, ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യം, അതിനെയാണ് നമ്മൾ പാർട്ട് ആൻഡ് പാഴ്സൽ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ സെന്റൻസ് പറഞ്ഞാൽ സ്ട്രെസ് ഈസ് പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് എനി ജോബ്. അല്ലെ, ഏത് ജോബിലും സ്ട്രെസ് ഉണ്ട്. സ്ട്രെസ് ഈസ് പാർട്ട് ആൻഡ് പാഴ്സൽ ഓഫ് എനി ജോബ്. അടുത്തത് സ്പിക്ക് ആൻഡ് സ്പാൻ. സ്പിക്ക് ആൻഡ് സ്പാൻ, എന്തെങ്കിലും ഒരു കാര്യം വളരെയധികം വൃത്തിയുള്ളത്, വളരെയധികം തിളക്കമുള്ളത്, അതിനെ നമുക്ക് പറയാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് സ്പിക്ക് ആൻഡ് സ്പാൻ. ടു ഡിസ്ക്രൈബ് സംതിങ് വെരി ക്ലീൻ, തികച്ചും വൃത്തിയായ. ഐ ഓൾവേസ് ട്രൈ ടു കീപ് മൈ റൂം സ്പിക്ക് ആൻഡ് സ്പാൻ. നല്ല വെടിപ്പോടുകൂടി, നല്ല തിളക്കത്തോടുകൂടി, അത്രയും നീറ്റ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത്രയും എക്സ്ട്രീം നീറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അത്രയും നീറ്റാക്കി വെക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട് എന്നാണ് ഈ പറഞ്ഞ സെന്റൻസിന്റെ അർത്ഥം. അപ്സ് ആൻഡ് ഡൗൺസ്, ഇത് നമ്മളെല്ലാവരും കേൾക്കാറുള്ളതും പറയാറുള്ളതുമാണ്. അപ്സ് ആൻഡ് ഡൗൺസ് ഓഫ് ലൈഫ്. അപ്സ് ആൻഡ് ഡൗൺസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകൾ. അപ്പൊ എന്താണ് അപ്സ് ആൻഡ് ഡൗൺസ്? ഉയർച്ച താഴ്ചകൾ. എ സക്സഷൻ ഓഫ് ഗുഡ് ആൻഡ് ബാഡ് എക്സ്പീരിയൻസസ്. ലൈഫ് എന്ന് പറയുന്നത് നോട്ട് എ ബെഡ് ഓഫ് റോസസ്. അല്ലെ, എപ്പോഴും അവിടെ ഇവിടെയും പ്രശ്നങ്ങളുണ്ട്. എപ്പോഴും ഒരു കയറ്റത്തിന് ഒരിറക്കമുണ്ട്, ഒരിറക്കത്തിന് ഒരു കയറ്റമുണ്ട്. സോ അതാണ് അപ്സ് ആൻഡ് ഡൗൺസ് ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഉയർച്ച താഴ്ചകൾ. Life is full of ups and downs. Next, pros and cons. അതിന്റെ സിംപ്ലസ്റ്റ് മീനിങ് ആണ് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ്. ഗുണം ദോഷം, ഗുണവും ദോഷവും. പ്രോസ് ആൻഡ് കോൺസ്. കോൺസിന്റെ സ്പെല്ലിംഗ് കെയർഫുൾ ആവണം, CONS ആണ്. ബിഫോർ ദ പർച്ചേസ് യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രോസ് ആൻഡ് കോൺസ്.
ഏതൊരു കാര്യവും വാങ്ങുന്നതിന് മുൻപ് അതിൻ്റെ ഗുണവും ദോഷവും മനസ്സിലാക്കിയിട്ട് വേണം അത് വാങ്ങിക്കാൻ എന്നാണ് ഈ സെന്റൻസിന്റെ മീനിങ്. കിഡ് ആൻഡ് കിങ്. കിഡ് ആൻഡ് കിങ് എന്ന് പറഞ്ഞൊരു ഓൾഡ് ഫാഷൻഡ് യൂസേജ് എന്ന് നമുക്ക് പറയാം. ഒത്തിരി പഴയ സമയത്തൊക്കെ കേട്ടിട്ടുള്ളതാണ്, ഇപ്പോഴും യൂസ് ചെയ്ത് കാണാറുണ്ട്. അതിനർത്ഥം ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് എന്നാണ്, ബന്ധുക്കളും സുഹൃത്തുക്കളും. അപ്പം ബന്ധുക്കളും സുഹൃത്തുക്കളും they invited all their kith and kin to the function. For the function, for the wedding, to the wedding, to the function ആണ് ബെറ്റർ ഒന്നുകൂടെ കേട്ടോ. they invited all their kith and kin to the function. hard and fast. hard and fast എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ, വളരെ കാർക്കശ്യമുള്ള കർശനമായ, വളരെ കർശനമായ നിയമവ്യവസ്ഥകൾ. ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾസ്, കർശനമായ നിയമവ്യവസ്ഥകൾ, നിയമങ്ങൾ. അപ്പോൾ ഫിക്സ്ഡ് ആയിട്ടുള്ള, ഡെഫിനിറ്റ് ആയിട്ടുള്ള കുറച്ച് നിയമങ്ങൾ, അതിനെ നമ്മൾ ഹാർഡ് ആൻഡ് ഫാസ്റ്റ് എന്ന് പറയുന്നു, കർശനമായ. There are no hard and fast rules as such, but definitely certain points to be taken care of. ഇപ്പം നമ്മളൊരു പുതിയ സ്ഥലത്ത് ജോലിക്ക് കയറി എന്നിരിക്കട്ടെ, അപ്പം അവിടെയുള്ളവർ നമ്മളോട്, അവിടുത്തെ നമ്മുടെ കളീഗ് നമുക്ക് പറഞ്ഞു തരികയാണ്, ഇവിടെ അങ്ങനെ വളരെ കർശനമായ നിയമവ്യവസ്ഥകളൊന്നും അങ്ങനെ എടുത്തു പറയാൻ അങ്ങനെ ആയിട്ടില്ല, പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ കെയർഫുൾ ആവണം, നമ്മൾ ചില കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നാണ്. തീർച്ചയായും ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതാണ് ഈ സെന്റൻസിന്റെ മീനിങ്. ഹസിൽ ആൻഡ് ബസിൽ, ഇത് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഹസിൽ ആൻഡ് ബസിൽ ഓഫ് ദ സിറ്റി, ആളും അനക്കവും അല്ലെങ്കിൽ തിരക്ക്, അതിനെയാണ് നമ്മൾ ഹസിൽ ആൻഡ് ബസിൽ എന്ന് പറയുന്നത്. എ ലോഡ് ഓഫ് ആക്ടിവിറ്റി ആൻഡ് നോയ്സ്. ഐ വോണ്ട് ടു ലിവ് ഇൻ എ calm and quiet place away from the hustle and bustle of the city. I want to live. അതായത് എനിക്ക് എന്താണ്, നഗരത്തിന്റെ, സിറ്റിയുടെ ആളും അനക്കവും അല്ലെങ്കിൽ ആ തിരക്കിൽ നിന്ന് മാറി ഒരു വളരെ ശാന്തമായ സ്ഥലത്ത്, സമാധാനമുള്ള ശാന്തമായ ഒരു സ്ഥലത്ത് ജീവിക്കാനാണ്, താമസിക്കാനാണ് ഇഷ്ടം. അതാണ് എൻ്റെ ആഗ്രഹം, അങ്ങനെ വേണം. അതാണായിരുന്നു ആ സെന്റൻസിന്റെ മീനിങ്. ഇനി അടുത്ത് വെയർ ആൻഡ് ചെയർ. വെയർ ആൻഡ് ചെയർ നമ്മൾ എപ്പോഴും കേൾക്കാറുള്ളതാണ് എന്നല്ലേ, തേയ്മാനം അല്ലെങ്കിൽ കാലപ്പഴക്കം കൊണ്ടുണ്ടാവുന്ന കേടുപാടുകൾ, അതിനെയൊക്കെ നമ്മൾ വെയർ ആൻഡ് ചെയർ എന്ന് പറയാറുണ്ട് അല്ലേ, പ്രത്യേകിച്ച് വെഹിക്കിൾസിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ. ഇനവിറ്റബിൾ ആൻഡ് നാച്ചുറൽ ഡാമേജ്. ഇനവിറ്റബിൾ എന്ന് വെച്ചാൽ സംഭവിക്കും, തീർച്ചയായും സംഭവിക്കുന്ന ഒരു കാര്യത്തിന് നമ്മൾ ഇനവിറ്റബിൾ എന്ന് പറയും. ആൻഡ് നാച്ചുറൽ, ആ ഒരു കാലപ്പഴക്കത്തിൽ ഉണ്ടാവുന്ന ഡാമേജ് ആണത്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല, അത് തീർച്ചയായും സംഭവിക്കും. ചെക്ക് ദ എക്യുപ്മെന്റ് ഫോർ വെയർ ആൻഡ് ടയർ. ഈ ഓടി തേയ്മാനമുണ്ടോ, അതിനെന്തെങ്കിലും അതിന്റെ ഭാഗമായി എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്ന് നോക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എക്യുപ്മെന്റിന്. ഡ്രിപ്സ് ആൻഡ് ഡ്രാപ്സ്. ഓക്കെ, ഡ്രിപ്സ് ആൻഡ് ഡ്രാപ്സ്, സോറി ഫോർ ദ ഡിസ്റ്റർബൻസ്. ഡ്രിപ്സ് ആൻഡ് ഡ്രാപ്സ് എന്ന് പറയുമ്പം നമ്മുടെ എന്താണ്, കുറച്ച് അല്ലെങ്കിൽ ചില്ലറയായി എന്ന് പറയുന്ന ഒരു മീനിങ് ആണ് ഡ്രിപ്സ് ആൻഡ് ഡ്രാപ്സ്. ഇൻ സ്മോൾ നമ്പേഴ്സ് അല്ലെങ്കിൽ ഫ്യൂ അറ്റ് എ ടൈം. ഓക്കെ, കുറച്ച് ഓർ ചില്ലറയായി. ദേ റിസീവ് ഡൊണേഷൻസ് ഇൻ ഡ്രിപ്സ് ആൻഡ് ഡ്രാപ്സ്. ഡൊണേഷൻ കിട്ടുന്നത് അവർക്ക് ഡൊണേഷൻ കിട്ടിയത് കുറച്ചായിട്ടാണ് അല്ലെങ്കിൽ ചില്ലറയായിട്ടാണ്. ചില്ലറ എന്ന് വെച്ചാൽ കുറേശ്ശെ എന്നുള്ളൊരു മീനിങ് ആണ് ഇവിടെ വരുന്നത്. ഡ്രിപ്സ് ആൻഡ് ഡ്രാപ്സ്. ദ ഹാവ്സ് ആൻഡ് ദ ഹാവ് നോട്ട്സ്. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഉള്ളവനും ഇല്ലാത്തവനും. The gap between or the divide between the haves and the have-nots has to be reduced for the betterment of the society. ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം കുറച്ചാൽ മാത്രമേ സൊസൈറ്റിയുടെ ബെറ്റർമെന്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പറയാം, സൊസൈറ്റിയുടെ ബെറ്റർമെന്റിനു വേണ്ടി ഉള്ളവനും ഇല്ലാത്തവനും തമ്മിലുള്ള അന്തരം തീർച്ചയായും കുറയ്ക്കണം എന്നാണ് അതിന്റെ അർത്ഥം. ഗ്യാപ്പിന് പകരം നമുക്ക് ഡിവൈഡ് എന്നും യൂസ് ചെയ്യാം. ഫ്യൂ ആൻഡ് ഫാർ ബിറ്റ്വീൻ, വളരെ കുറച്ച്. സ്കേഴ്സ്, വളരെ കുറച്ച്. ഫ്യൂ ആൻഡ് ഫാർ ബിറ്റ്വീൻ. ഗുഡ് ജോബ്സ് ആർ ഫ്യൂ ആൻഡ് ഫാർ ബിറ്റ്വീൻ ഇൻ ദിസ് ഏരിയ. ഈ ഏരിയയിൽ, ഈ ഒരു ലൊക്കാലിറ്റിയിൽ നല്ല ജോലികൾ വളരെ കുറച്ചേ ഉള്ളൂ. ആൻഡ് അവർ ലാസ്റ്റ് വൺ ഈസ് ടിറ്റ് ഫോർ ടാറ്റ്. അവിടെ ഞാൻ ബ്രാക്കറ്റിൽ നൗൺ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ദറ്റ് ഈസ് ആക്ച്വലി എ നൗൺ. ടിറ്റ് ഫോർ ടാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിറ്റാലിയേഷൻ. അത് മനസ്സിലാക്കാനായിട്ട് ഉരുളക്കുപ്പേരി അല്ലെങ്കിൽ പകരത്തിന് പകരം, അത് പകരത്തിന് പകരം ചെയ്തതാണ്, അത് ഉരുളക്കുപ്പേരി പോലെയുള്ള മറുപടി ആയിരുന്നു, അതൊക്കെ നമ്മൾ പറയാറുണ്ട്. ഇറ്റ് വാസ് ജസ്റ്റ് എ ടിറ്റ് ഫോർ ടാറ്റ്. ഇറ്റ് വാസ് ജസ്റ്റ് എ ടിറ്റ് ഫോർ ടാറ്റ്. അത് പകരത്തിന് പകരം ചെയ്തത് അല്ലെങ്കിൽ ഉരുളക്കുപ്പേരിയായിട്ട് കൊടുത്തതാണ്, അത്രയേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പറഞ്ഞ ബൈനോമിയൽസ് അല്ലെങ്കിൽ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻസ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മുടെ ഇൻഫോർമൽ ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് ഇത് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ, റിലേറ്റീവ്സിനോട് സംസാരിക്കുമ്പോൾ, നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ നാച്ചുറലി യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സ്പ്രഷൻസ് ആണ്. അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയി എന്ന് കരുതുന്നു. എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഹെൽപ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്. See you soon with another useful video. Thank you. Bye.